വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയായ ടി പുരുഷോത്തമന്റെ വീട് ആക്രമിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ നേതാക്കളെയാണ് അറസ്റ്റ് ചെയ്തത്. ഡിവൈഎഫ്ഐ പയ്യന്നൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അശ്വിൻ, സുനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ പ്രതികളിലേക്ക് നയിച്ച തെളിവുകൾ എന്തൊക്കെയാണ് പോലീസിന് കിട്ടിയത്? വി കുഞ്ഞികൃഷ്ണന്റെ അനുകൂലിയായ ടി പുരുഷോത്തമന്റെ വീട് ആക്രമിച്ച കേസിൽ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 2 ഡിവൈഎഫ്ഐ നേതാക്കളാണ് അറസ്റ്റിലായത്. അശ്വിൻ, സുനോജ് എന്നാണ് അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, ഈ അറസ്റ്റിലായവരിലേക്ക് എന്തൊക്കെ തെളിവുകളാണ് പോലീസിന് കിട്ടിയത്? അതായത് പ്രധാനമായും CCTV കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം നടന്നിരുന്നത്. പോലീസ് ആ CCTV സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ചില വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ സമയത്ത്, അതായത് സംഭവം നടന്നു എന്ന് കരുതപ്പെടുന്ന സമയത്ത് ഈ പ്രതികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് കണ്ടെത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായി കൃത്യമായ രീതിയിൽ CCTVയിൽ ഈ 4 പ്രതികളെയും കണ്ടെത്തിയതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ CPMന്റെ നേതാക്കളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് CPIMന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്രമ സംഭവങ്ങളിൽ ഒരു പങ്കുമില്ല, പ്രതികൾ ആരാണെങ്കിലും കണ്ടെത്തണം എന്നുള്ളതായിരുന്നു CPMന്റെ ഏരിയ സെക്രട്ടറി P. സന്തോഷും ഇന്നലെ സമാധാന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുള്ള സത്യപാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ആ പ്രതിരോധവും വാദവും ഒക്കെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പിടികൂടിയ 4 പ്രധാനപ്പെട്ട നേതാക്കളെയും പിടികൂടിയതോടുകൂടി വന്നിരിക്കുന്നത്. ഈ പിടികൂടിയിരിക്കുന്നവർ അല്ലെങ്കിൽ അറസ്റ്റിലായിരിക്കുന്നവർ ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളാണ്. ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവർ, അതായത് സാധാരണ പ്രവർത്തകരല്ല, നേതാക്കൾ തന്നെയാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 4 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ 2 പേർ പിടിയിലായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ 2 പേരെയും കൂടി പോലീസ് പിടികൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.